ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് നമ്മളിവിടെ പ്ലാസ്റ്റിക് കവറുകൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് നമുക്കിന്ന് ഒരു അടിപൊളി വാൾ ഡെക്കർ ചെയ്തെടുക്കാം. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഈർക്കിളിയാണ്. പിന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ജൂട്ട് ത്രെഡാണ്. പഴയൊരു ബിഗ് ഷോപ്പറും നമ്മളിവിടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിന് വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നീട് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതുപോലെ വലിയൊരു റിംഗ് ആണ്. ഈ റിംഗ് നമുക്ക് കിട്ടിയിട്ടുള്ളത് വീൽ ക്യാപ്പിന്റെ താഴെയുള്ള ഈ ഒരു റിംഗ് ആണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നമുക്ക് ഈ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുക്കാം. ആദ്യം നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ പഴയ ബിഗ് ഷോപ്പറിൽ നിന്നും ഒരു പീസ് നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്ത് നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഈ ഒരു വളയം ഇതിൽ വെച്ചൊന്ന് വരച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലെയാണ് നമ്മൾ അതിലേക്ക് അത് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മളൊന്ന് വരച്ചു കൊടുക്കുകയാണ്. നമ്മളത് വെച്ച് ഇതുപോലെ വരച്ചെടുത്തു. ഇനി നമ്മൾ വരച്ചെടുത്തതിൻ്റെ കുറച്ച് താഴെ കൂടെ ആയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു റിങ് നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കതിൻ്റെ ഈ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്ത് കൊടുക്കണം. ഇതുപോലെയാണ് നമുക്കത് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മൾ വരച്ചെടുത്തതിൻ്റെ ചുറ്റും നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളത് മുഴുവനായും കട്ട് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഈ വളയം അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. പാഴ്വസ്തുക്കളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലെ നമുക്ക് ഒട്ടിച്ചെടുക്കണം. ഇതുപോലെ ഒട്ടിച്ചെടുക്കാൻ ഫെവി ബോണ്ടിനേക്കാളും ഒന്നും കൂടെ നല്ലത് ഗ്ലൂ ഗൺ ആയിരിക്കും. നമ്മളിതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഗ്ലൂ ഗണ്ണ് വെച്ചാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഫെവി ബോണ്ട് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഒട്ടിക്കിട്ടില്ല, അതുകൊണ്ടാണ് നമ്മൾ ഗ്ലൂ ഗണ്ണ് എടുത്ത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ഇവിടെയായിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന ഈർക്കിളി ഒട്ടിച്ചെടുക്കണം. ആദ്യം നമ്മൾ അതിലേക്കൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് അവിടെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ഈർക്കിളി അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കുറച്ച് താഴെയായിട്ട് ഒരു ഈർക്കിളിയുടെ പീസും കൂടെ നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതും കൂടെ അതിലേക്ക് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെയാണ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ജൂട്ട് ത്രെഡാണ് എടുത്തിട്ടുള്ളത്. ജൂട്ട് ത്രെഡ് നമുക്ക് ഇതിലൊന്ന് ചുറ്റി കൊടുക്കാനുള്ളതാണ്. ഫസ്റ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തൊന്ന് ഒട്ടിച്ചെടുത്തതിന് ശേഷം അതിലേക്കൊന്ന് ചുറ്റി കൊടുക്കുകയാണ്. ഇപ്പം നമ്മളതിൽ മുഴുവനായും ജൂട്ട് ത്രെഡ് ഇതുപോലെ ചുറ്റിയെടുത്തു. ഇനി നമ്മൾ അതിൻ്റെ ഇവിടെയും കൂടെ ജൂട്ട് ത്രെഡ് ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വേസ്റ്റ് ക്ലോത്തുകൾ വെച്ച് വളരെ സിമ്പിളായി നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്കാണിത്. ഈ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടു നോക്കണേ. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇതുപോലെ നമ്മൾ ഒട്ടിച്ചെടുത്തു. ഇനി നമുക്കിതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ളതെല്ലാം നമ്മൾ പ്ലാസ്റ്റിക് കവറുകൾ വെച്ചാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ അടിവശവും മുകൾ വശവും നമ്മൾ കട്ട് ചെയ്ത് കളയാണ്. അതിനുശേഷം നമ്മൾ അതിൻ്റെ സൈഡ് വശവും കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഇത് നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി സ്ക്വയർ ഷേപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ്. വീണ്ടും നമ്മൾ ആ ഒരു പീസ് മടക്കി കൊടുത്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതുപോലെയുള്ള 3 പീസുകളാണ് നമുക്ക് ഒരു ഫ്ലവർ ചെയ്തെടുക്കാനായിട്ട് വേണ്ടത്. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതിൽ ഒരു പീസ് എടുത്ത് ഇതുപോലെ മടക്കി കൊടുക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫ്ലവർ കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെയാണ് നമ്മൾ ഫ്ലവർ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്കിതൊന്ന് നിവർത്തി നോക്കാം. ഇനി നമ്മളിതിൻ്റെ ഓരോ ഇതളുകളുടെ ഇടയിലും ഒന്ന് മടക്കി കൊടുത്തതിന് ശേഷം ലൈറ്റർ വെച്ച് ഇതുപോലെ ഒന്ന് ഉരുക്കി കൊടുക്കുന്നുണ്ട്.
നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 പീസും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു ഫ്ലവറിന്റെ ഓരോ ഇതളുകളുടെ ഇടയിലൂടെയും നമ്മളൊന്ന് മടക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെയാണ് ഉരുക്കിയെടുക്കേണ്ടത്. ഇപ്പൊ ഇതാ നമ്മൾ ഫ്ലവറിന്റെ ഓരോ ഇതളിന്റെ ഇടയിലൂടെയും ഇതുപോലെ ഉരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബാക്കിയുള്ള 2 പീസും നമുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഈ 3 പൂക്കളും കൂടെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. ഇതുപോലെ നമ്മളത് ഒട്ടിച്ചെടുത്തു. ഇതുപോലെ തന്നെ വേറെ 2 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ കളർ പ്ലാസ്റ്റിക് കവറിൽ നിന്ന് നമ്മൾ ഇലകൾ ചെയ്തെടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമ്മൾ എല്ലാ തവണയും കട്ട് ചെയ്തെടുക്കുന്നത് പോലത്തെ ഇലകൾ തന്നെയാണ് നമ്മൾ എപ്പോഴും കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ അതിന്റെ ഇവിടെയായിട്ട് സെല്ലോ ടേപ്പ് ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകൾ വെച്ച് നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഇലകളാണിത്. അപ്പൊ നമ്മളിവിടെ ഇതുപോലെ വേറെയും കുറച്ച് ഇലകൾ ചെയ്തെടുത്തു. ഇനി നമ്മളിതിൽ സെല്ലോ ടേപ്പ് ചുറ്റി കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗം കുറച്ച് കട്ട് ചെയ്ത് കളയാണ്. പിന്നീട് നമ്മളിവിടെ ഒരു ഈർക്കിളി എടുത്തിട്ടുണ്ട്. അത് ചെറിയ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്ലവർ ചെയ്തെടുക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുത്തതുപോലെ നമ്മളിവിടെ പ്ലാസ്റ്റിക് കവർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് കുറച്ച് പൂമൊട്ടുകൾ കൂടെ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ വേസ്റ്റ് കോട്ടൺ ആണ് എടുത്തിട്ടുള്ളത്. വേസ്റ്റ് കോട്ടൺ ഈർക്കിളിയിലേക്ക് വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പ്ലാസ്റ്റിക് കവർ അതിലൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതുപോലെ സെല്ലോ ടേപ്പ് ഒന്ന് ചുറ്റിയെടുത്തു. എല്ലാ പൂമൊട്ടുകളും നമ്മൾ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിന്റെ തണ്ടിൽ പ്ലാസ്റ്റിക് കവറും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കണം. ഇനി നമ്മളിവിടെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന ഫ്ലവറിന്റെ നടുക്കായിട്ട് നമ്മൾ വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഓരോ ഫ്ലവറിന്റെ നടുക്കും ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന 3 പൂക്കളുടെ നടുക്കും നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള പൂക്കളും ഇലകളും മുട്ടുകളും എല്ലാം നമുക്കിതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ആദ്യം നമ്മൾ അതിലേക്ക് പൂക്കളാണ് ഒട്ടിച്ചെടുക്കുന്നത്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ ആരും മറന്നു പോവരുതേ. ഇതുപോലെ നമ്മൾ പൂക്കൾ ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ആദ്യം ഇലകളെല്ലാം അതിലേക്കൊന്ന് വെച്ച് നോക്കുകയാണ്. ഇലകളെല്ലാം അതിലേക്കൊന്ന് വെച്ച് നോക്കിയതിന് ശേഷം നമുക്കതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പൊ നമ്മൾ അതിലേക്ക് വെച്ച് നോക്കിയിട്ടുള്ള ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഓരോ ഇലകളും അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കുകയാണ്. പ്ലാസ്റ്റിക് കവറുകളൊക്കെ വെച്ച് പലതരത്തിലുള്ള ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനു വേണ്ടി ചെയ്ത് വെച്ചിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇലകളെല്ലാം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂമൊട്ടുകൾ ഓരോന്നും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് അതിലേക്ക് ഒട്ടിച്ചെടുക്കുന്നത്. എല്ലാ പൂമൊട്ടുകളും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തു. ഇനി നമുക്ക് അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പൂമൊട്ടുകൾ കുറച്ചൊന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ എല്ലാ മുട്ടുകളും അതിലേക്ക് ഒട്ടിച്ചെടുത്തു. ഇനി നമ്മളിവിടെ എടുത്തിട്ടുള്ള ഈ ഒരു ലൈസ് ബോ ഷേപ്പിലാക്കി ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഇവിടെ ആയിട്ടൊന്ന് ഒട്ടിച്ചെടുക്കണം. നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുത്തതിന്റെ നടുക്കായിട്ട് നമ്മൾ ഈ ഒരു സ്റ്റോണും കൂടെ ഒട്ടിച്ചു കൊടുത്തു. ഇപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് എല്ലാം വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് കാണാനായിട്ട്? നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമന്റ് ബോക്സിൽ പറയണേ. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനലിലെ മറ്റ് ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ഒന്ന് പോയി കണ്ടു നോക്കാൻ മറന്നു പോവരുതേ. പലതരത്തിലുള്ള ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനലിൽ നമ്മൾ കൂടുതലായും പാഴ്വസ്തുക്കൾ കൊണ്ട് മാത്രം ചെയ്തെടുക്കുന്ന ക്രാഫ്റ്റ് വർക്കുകളാണ് കാണിക്കാറുള്ളത്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ ഒന്ന് കയറി മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. അപ്പോൾ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽസ് വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. പറ്റുന്നവരൊക്കെ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് വർക്ക് ട്രൈ ചെയ്ത് നോക്കുക.
ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.